ഹായ് എല്ലാവർക്കും ശുഭദിനം. ഇന്നത്തെ എൻ്റെ യാത്ര ഒരു ഫംഗ്ഷനിലേക്കാണ്. ഞാൻ മാത്രമല്ല, കൂടെ അമ്മ അനുജനുണ്ട്. പോകുമ്പോൾ നമ്മുടെ സ്നേഹിതൻ ജോണിക്കുട്ടിയെ കണ്ടൊരു ഹായ് ഒക്കെ പറഞ്ഞു. ദെൻ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തി. മിനിസ്റ്ററിൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ ചടങ്ങായിരുന്നു ഇന്ന്. ഡെക്കറേഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ ആൾക്കാർ പള്ളിയിൽ പോയിരുന്നു. പിന്നെ എൻ്റെ അമ്മ സീറ്റൊക്കെ പിടിച്ച് ആഭ്യന്തര ചർച്ച തുടങ്ങി. അവരില്ലാത്തത് കാരണം ആദ്യമേ ഫുഡ് അടിക്കാൻ വരേണ്ടിയിരുന്നു. എൻ്റെ അനി ആദ്യമേ സീറ്റ് പിടിച്ച് പ്ലേറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇഷ്ടംപോലെ മിനറൽ വാട്ടർ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ചൂടല്ലേ, ഒരു കുപ്പിയിലൊന്നും തികയത്തില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം തൂക്കാൻ പറ്റുന്നതൊക്കെ തൂക്കി. അപ്പോഴത്തേക്ക് എൻ്റെ പഴയ സ്റ്റുഡൻറ്റ് എന്തെങ്കിലും അവിടെ വെച്ചിരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പകലിനെ കണ്ടു. ഇതേ അപ്പോഴത്തേക്ക് അവിടെ ഒരു വാവ വന്നിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ കണ്ട് പേടിച്ചിട്ടാണെന്ന് അറിയണം. എന്നെ വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ അനിയനെ നന്നായിട്ടുള്ള മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് മെനു ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഫുഡ്. പെറോട്ട, ഇടിയപ്പം, ചിക്കൻ ഫ്രൈ, അപ്പം, പഴം, കുറുമ, പിന്നെ ഹൽവ. ഇതെല്ലാം കഴിഞ്ഞ് ഇതാണ് അവൻ്റെ അമ്മ മിനി ആൻറ്റി. ചോദിക്കേണ്ട താമസം പാവം കൂടെ വന്ന് സെൽഫിയൊക്കെ എടുത്തു. ഇതാണ് ഇവിടുത്തെ ഹീറോ, ഫാദർ മിനിസ്റ്റർ. അവനെ വെറുതെ വീട്ടിൽ അവൻ അറിയാതെയും കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു ഞങ്ങൾ. അങ്ങനെ ബോറടിച്ചായിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഇവിടെ രണ്ട് കൂട്ടുകാരെ കിട്ടി. അതിൽ ഒരാളാണ് ഇവൾ ഇവൾക്ക് ഞാൻ എന്ന് പേരിട്ടു. കാരണം വേറെ ഒന്നും കൊണ്ട് ഇവൾ ചുമ്മാ മുഖത്ത് നോക്കി എന്ന് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മാറി. പിന്നെ ഹായിലേക്ക് തിരിഞ്ഞു. ഒരു ഹായ് പറഞ്ഞു തുടങ്ങിയതുള്ളൂ. പിന്നെ കൂട്ടത്തോടെ ഒരു ഹായ്. അത് കഴിഞ്ഞ് ബാക്കിൽ നിന്ന് അടുത്ത ഹായ് വന്ന് ഒന്നുന്നുള്ളൂ. അവസാനം അടിയായില്ലെന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്ന സമയത്തേക്കും പുള്ളിക്കാരി പിന്നീട് വീണ്ടും എനിക്ക് ലവ് സിമ്പിളൊക്കെ കാണിച്ചു, നന്നായിട്ട് പോസൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് ഞങ്ങളെല്ലാം എന്തായാലും പാക്കപ്പ് ചെയ്ത് ഇറങ്ങി. പോകുന്ന വഴിക്ക് എൻ്റെ അനിയന് പിന്നെ IPL കാണാണ്ട് ഉറക്കം വന്നില്ല. അവനും കണ്ടു. ആഭ്യന്തര ചർച്ചയും കലാപവും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ടാറ്റ.